എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി മറക്കുന്നത് എന്തിന്? ആ വ്യക്തിയുടെ മനസ്സിരിപ്പ് തന്നെയാണോ പുറമേ കാണിക്കുന്നത്? ഈ രണ്ട് വിഷയത്തിലാണ് നാം റീഡിംഗ് നടത്തുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് ആ വ്യക്തി സ്നേഹം മറച്ചു വെക്കുന്നത്? ആ വ്യക്തിക്ക് ആശയക്കുഴപ്പമുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു. ആ ആശയക്കുഴപ്പം ആ വ്യക്തി നിങ്ങളോട് സ്നേഹം മറച്ചു വെക്കുന്നതിന് കാരണമാകുന്നു. ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതാകാം ആ വ്യക്തിയുടെ മനസ്സിലെ ആശയക്കുഴപ്പം. ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതാകാം. ഏതൊരു വിഷയത്തിലാണെങ്കിലും ആ വ്യക്തിയുടെ ആശയക്കുഴപ്പം വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ആ വ്യക്തി ഏതെല്ലാം തരത്തിൽ ആശയക്കുഴപ്പത്തിന് അടിമയായി എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ആ വ്യക്തി ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പത്താൽ ആ വ്യക്തി സ്നേഹം മറച്ചു വെക്കുകയാണ് നിങ്ങളോടുള്ള. എങ്ങനെയാണ് ആ വ്യക്തിക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്? ആരെങ്കിലും ബോധപൂർവം നുണ പറഞ്ഞുണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ ആ വ്യക്തി സ്വയം കണ്ടെത്തിയതാണോ എന്തെന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അത് സാഹചര്യങ്ങൾ അനുസൃതമായിട്ട് നമുക്ക് നോക്കാം. ഭയമുണ്ട് ആ വ്യക്തിക്ക്. തീർച്ചയായിട്ടും ആ വ്യക്തി ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. ആ വ്യക്തിക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ ഭയമുണ്ട്. ആ വ്യക്തിക്ക് അജ്ഞതയുണ്ട്. തീർച്ചയായിട്ടും അജ്ഞതയും ആ വ്യക്തിയുടെ ഈ സ്നേഹം മറച്ചു വെക്കലിനൊരു കാരണമാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പുറമേ ആ വ്യക്തിയെ ചില ആളുകൾ ഭയപ്പെടുത്തുന്നുണ്ട്. ഉള്ളിലുള്ള നിങ്ങളുടെ സ്നേഹത്തെ ആ വ്യക്തി അറിയുന്നില്ല. പുറമേ ആളുകൾ പറഞ്ഞ പരുക്കൻ സ്വഭാവമോ പുറമേ ആളുകൾ പറഞ്ഞ കാര്യങ്ങളും മാത്രമേ ആ വ്യക്തി പരിഗണിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നില്ല. ആ വ്യക്തി നൽകുന്ന സ്നേഹം കൃത്യമാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നന്മ കാണുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതിന് അജ്ഞതയും ഭയവും ആശയക്കുഴപ്പവും ആ വ്യക്തിയെ അനുവദിക്കുന്നില്ല. അതാരെങ്കിലും ഉണ്ടാക്കുന്നതാണോ സ്വയം ആ വ്യക്തിയിൽ ഉണ്ടായതാണോ എന്നുള്ളത് ഓരോ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങൾക്ക് മറ്റെവിടെയോ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു. നിങ്ങൾക്കുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളനുസരിച്ച് ആ വ്യക്തി സ്വയം വിലയിരുത്തുന്നു കാര്യങ്ങളെ. അവിടെയാണ് ആ വ്യക്തിക്ക് തെറ്റുപറ്റുന്നത്. ഒന്നുകിൽ ആ വ്യക്തി ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ചുറ്റുപാടുകളനുസരിച്ച് തീരുമാനമെടുക്കാൻ ശക്തിയില്ലാതെ ആ വ്യക്തിക്കായിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പോയാൽ തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം. എന്തുകൊണ്ട് ആ വ്യക്തി സ്നേഹം മറച്ചു വെക്കുന്നു? നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ വ്യക്തി സ്നേഹം മറച്ചു വെക്കുന്നത്. കൂടുതൽ സ്നേഹം നിങ്ങളോട് കാണിച്ച് നിങ്ങൾ അതിനെ വിലവെക്കാതിരിക്കാനും നിങ്ങളിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകാതിരിക്കാനുമാണ് ആ വ്യക്തി സ്നേഹം മറച്ചു വെക്കുന്നത്. വഷളായി പോകാതിരിക്കാനോ നിങ്ങൾ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനോ സ്നേഹം കുറേശ്ശെ ആയി നിങ്ങൾക്ക് നൽകുന്നു. ഒരുമിച്ച് പോകാനും നിങ്ങളുമായി ചേർന്ന് പോകാനും തന്നെയാണ് ആ വ്യക്തിയുടെ ലക്ഷ്യം. ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉണ്ട്. അതിന് നിങ്ങളെ കുറേ പ്രാപ്തമാക്കുന്ന സമീപനമാണ് ആ വ്യക്തി സ്വീകരിക്കുന്നത്. നിങ്ങളോടൊരിക്കലും ആ വ്യക്തിക്ക് ദേഷ്യമില്ല. മാത്രമല്ല, അല്പ കാലഘട്ടത്തിനുള്ളിൽ തന്നെ, വളരെ അടുത്ത സമയത്ത് തന്നെ ആ വ്യക്തി തൻ്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവനും നിങ്ങളിലേക്ക് നൽകും. ആ വ്യക്തി സ്നേഹം പിടിച്ചു വെക്കുന്നതിൻ്റെ അവസാന കാലഘട്ടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അധികകാലം ആ വ്യക്തി ആ സ്നേഹത്തെ പിടിച്ചു വയ്ക്കില്ല. നിങ്ങളോട് പറയാനുള്ളതും ഒക്കെ കൃത്യമായി പറയുകയും ചെയ്യും. പല ആളുകളും ആ വ്യക്തിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വന്നിരുന്നു. പക്ഷേ സ്വയം വിലയിരുത്താനുള്ള ആ വ്യക്തിയുടെ കഴിവ് മൂലം
തെറ്റിദ്ധരിപ്പിക്കാൻ വന്നവർക്ക് പരാജയം സംഭവിച്ചു. തെറ്റിദ്ധരിപ്പിക്കാൻ വന്നവർ ഒരു ഘട്ടത്തിലും വിജയിച്ചിട്ടില്ല. അവർ വിചാരിച്ചു നിങ്ങളോട് പറയുന്ന തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ അപ്പോഴേ വിശ്വസിക്കുമെന്നാണ്. പക്ഷേ ഒരിക്കൽ പോലും കൃത്യതയില്ലാതെ, ഒരിക്കൽ പോലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരാളല്ല താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായ നിലപാട് മൂലം ആ വ്യക്തിക്ക് നിങ്ങളിൽ ഒരു സംശയവും ഉണ്ടായില്ല. നിങ്ങൾ കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ചു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ നിങ്ങൾ അവിശ്വസിക്കുകയോ നിങ്ങളെ ആ വ്യക്തി അവിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. പരസ്പരം ഉണ്ടായ നല്ല സമീപനങ്ങൾ, പരസ്പരം വിശ്വസിക്കാനുണ്ടായ സാഹചര്യം, അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് ആ വ്യക്തി നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയും. കാരണം നിങ്ങളെ പൂർണ്ണ വിശ്വാസമായിരിക്കുന്നു. ചില അപകട സമയത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായവും ആ വ്യക്തിക്ക് ലഭിക്കുകയുണ്ടായി. നിങ്ങളാണ് ശരിയെന്നുള്ള വാദത്തിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു അനുഭവം കൊണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.